ഹായ്, നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ ലൈൻ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ലൈൻ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് അടിച്ച് ടാങ്കിലേക്ക് പോയിട്ട് ടാങ്കിൽ നിന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിലുള്ള ടാപ്പിലേക്ക് വരുന്ന സ്ഥലത്താണ് നമ്മൾ ലൈൻ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്ത എത്രത്തോളം ചെളിയോ അല്ലെങ്കിൽ കരടൊക്കെ വന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ആണ് ഇന്ന് കാണിച്ചിരിക്കുക. ഇത് നമ്മുടെ വീട്ടിലൊരു ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഫിൽറ്റർ വെക്കുന്നതിനും ഫിൽറ്ററിലേക്ക് വരുന്ന വെള്ളവും ഒന്ന് ഫിൽറ്റർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ലൈൻ ഫിൽറ്റർ വെക്കുക. ലൈൻ ഫിൽറ്റർ നമ്മൾ ടാങ്കി വന്നിട്ട് ടാങ്കിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ റൂംസിലേക്ക് അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ പോകുന്ന പൈപ്പിൽ മിഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുന്നു. വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കുറച്ച് വെള്ളം അവിടെ കിടപ്പുണ്ടാകും നമ്മുടെ പൈപ്പിൽ. ആ പൈപ്പിൽ വെള്ളം നമ്മൾ ഫുള്ള് തുറന്നു വിടുക. ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ടാപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വാൽവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പൈപ്പിലെ വെള്ളം മുഴുവൻ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പതിയെ വാൽവ് നമ്മൾ തുറക്കാൻ പോകണം. ഇത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഈ ബക്കറ്റ് വെക്കണം. ഇത് തുറക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇവിടെ വരുമായിരിക്കും. ശരിക്കും തുറക്കാൻ വേണ്ടി ഒരു സ്പാനർ പോലത്തെ വലിയൊരു സ്പാനർ ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് കണ്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ അത് പോന്നോളും. തുറക്കുമ്പോൾ കുറച്ച് വെള്ളം വരുമായിരിക്കും ചിലപ്പോൾ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതിൻ്റെ കവറാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫിൽറ്റർ ഇരിക്കുക. ഈ ഫിൽറ്റർ നമ്മൾ എടുക്കാം. ഫിൽറ്റർ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് ശരിക്കും പറഞ്ഞതിൻ്റെ ഫിൽറ്റർ. ഈ ഫിൽറ്റർ ഇതിനകത്ത് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ചെളികളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളതെന്ന് ഓക്കെ. ഈ ഫിൽറ്റർ ഇതിൻ്റെ ഫുള്ള് ചെളികളൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് തുറക്കാം. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം, ഇങ്ങനെ അഴിക്കാം. തുറന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഒരു 10-200ഓളം ചെറിയ ചെറിയ റിങ് ആയിട്ടുള്ള ഇതിലാണ് ഈ ഫിൽറ്റർ നിൽക്കുക. നമ്മളിത് വെള്ളത്തിൽ കഴുകുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് അതിനകത്ത് എത്രത്തോളം ചെളിയുണ്ടെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം നല്ല ചെളികളുമായിട്ടുണ്ട്. ഈ വെള്ളമാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇത്രയും ശരിക്കും ഫിൽറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഫിൽറ്റർ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞത് ഇതുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ശരിക്കും നമ്മൾ ശരിക്കും തുരുമ്പ് പിടിക്കുന്നവരെ നമുക്ക് കാണാം. നമ്മുടെ കിണറൊക്കെ എല്ലാ വർഷവും നമ്മൾ ക്ലീൻ ചെയ്താൽ പോലും നമ്മുടെ പൈപ്പിനുള്ളിലൂടെ വരുന്ന വെള്ളത്തിനകത്തൊക്കെ ഈ ചെളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചെളിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ പലതും യൂസ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ എപ്പോഴും വീട്ടിൽ വെക്കുന്നത് അത്യാവശ്യമായിരിക്കും. ഇങ്ങനത്തെ ഒരു ഫിൽറ്റർ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഇത് കൂടാതെ നല്ലൊരു ബ്രാൻഡായിട്ടുള്ള ഒരു വാട്ടർ ഫിൽറ്ററോടെ വെക്കുന്ന ആ വെള്ളം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഉണ്ട്. ഇത്രയും ചെളിവെള്ളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു പുതിയ വെള്ളത്തിലേക്ക് ഞാൻ കഴുകിയതാണ്. വീണ്ടും ഒരു ഇതുണ്ടോ ഇട്ടെ കണ്ടോ. ഇതിപ്പോഴും രണ്ടാമത്തെ കഴുകിയപ്പോഴും അത്യാവശ്യം ചെറിയ ചെളിയുണ്ട്. വലിയ ചെളിയൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ അഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലോക്കുണ്ട്. ഈ ലോക്കിൽ തന്നെ ഇങ്ങനെ കുറേ ഉണ്ടോ. അത് ഒരെണ്ണം ഇത്രയേ ഉണ്ടാവുള്ളൂ. ഉണ്ടോ, ചെറിയ തിക്നെസ്സേ ഉള്ളൂ. ഇത് വീണ്ടും ടൈറ്റ് ചെയ്യുക. നമ്മൾ മറ്റേ ഒരു ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് സെറ്റ് ചെയ്യണം. വെള്ളം കുറച്ചുകൂടെ വീട് വയ്ക്കാകൊണ്ടാണ് ഞാൻ വീണ്ടും ബക്കറ്റ് വെച്ചവിടെ അത് വെച്ചു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ കവറോടെ തന്നെ കഴിയുക. ഇത് വെച്ചിട്ട് നമ്മളതിൻ്റെ കവർ വീണ്ടും അടയ്ക്കുകയാണ്. കവർ അടച്ചിട്ട് നമ്മൾ പിന്നെ
വാൽവ് ഓണാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് വരാൻ. ആദ്യം വരുന്ന വെള്ളം കുറച്ച് ചെളിവെള്ളം മതിയായിരിക്കും. അതിൻ്റെ വലിയ ചെളിവെള്ളം മതിയില്ല, ഫുൾ അത്യാവശ്യം ക്ലീൻ ആണോ. അപ്പോൾ കുറച്ച് ചെളിവെള്ളം വേണം. ആദ്യം വന്ന വെള്ളം കുറച്ച് ചെളിവെള്ളമാണ്. ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മളൊരു മാസത്തെ ഒരു 2 വട്ടമെങ്കിലും നമ്മൾ ചെയ്യണം. ഇങ്ങനെ ലൈൻ ഫിൽറ്റർ എല്ലാവരും വീട്ടിൽ വെച്ചാൽ നന്നായിരിക്കും. താങ്ക് യു.